എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും. സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം. കളി കണ്ടു ഗൈസ്. ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടെ, ഫുട്ബോൾ കുറച്ചുകൂടെ നേരത്തെ കണ്ടു തുടങ്ങണ്ടായിരുന്നു ഗൈസ്. മേ ബി ചിലപ്പം ഞാൻ മനസ്സിരുത്തി കണ്ട ആനിമിക്കും എനിക്ക് സെയിം അഭിപ്രായമായിരിക്കും. പക്ഷെ നേരത്തെ ഞാൻ ഫുട്ബോളൊക്കെ കാണുമോ, ഇടയ്ക്കൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. ഞാൻ മനസ്സിലായി, ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു. പക്ഷെ ഇത് ഞാൻ പറയാം, എനിക്ക് കുറച്ചും കൂടെ നേരത്തെ ഞാനുണ്ടല്ലോ, ഞാൻ ഈ ലൈവിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ വട്ടം ഞാൻ ഫുട്ബോൾ കണ്ടിട്ട് എനിക്ക് ആരാധന തോന്നുന്ന ആരാണോ അവരുടെ ഫാൻ ആവുമായിരിക്കും ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടാ. വന്നപ്പം അതായത് വൺ സൈഡഡ് അല്ലാത്ത ഒരു ആരാധകൻ, ഫുട്ബോൾ ആരാധകൻ എനിക്ക് വന്ന് മെസ്സേജ് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞ്, ബ്രോ നിങ്ങൾ വിറ്റ്നസ് ചെയ്യാൻ പോണത് ശരിക്കും പറഞ്ഞാൽ ടയേർഡായ അല്ലെങ്കിൽ റിട്ടയർ ആവാൻ ടൈമായ രണ്ട് ലെജൻസിൻ്റെ ഒക്കെ ബാറ്റിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണാൻ പോണേ. അപ്പം മനസ്സിൽ അത് വെച്ചിട്ട് വേണം ഈ ഒരു ഇത് കാണേണ്ടത്. അല്ലാതെ എന്താ പുള്ളി ഗോട്ടാണ് പണ്ട് കളിക്കുന്നത് അല്ലെങ്കിൽ ആ ലെവല് ഗെയിം പ്ലേ രണ്ടല്ല മൂന്ന് മീൻസ് എങ്ങനെ ഞാൻ പറഞ്ഞ വെച്ചാൽ ലെജൻസുകളുടെ അതായിരിക്കും കാണാൻ പോണേ. അപ്പോൾ നിങ്ങൾ ഇത്ര നാള് ക്ലിപ്പിലും റീലിലും കണ്ട ലെജൻഡറി ഫോം ഒന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒറ്റ മൈൻഡ് സെറ്റിൽ വേണം ഈ വട്ടത്തെ വേൾഡ് കപ്പ് കാണാനെന്ന് പറഞ്ഞു കേട്ടാ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കളിയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പുള്ളിയുടെ പ്രൈം അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണില്ല. എൻ്റെ അമ്മോ, എന്താ എവിടുന്നൊക്കെയാണ് ഓടണേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡ് വരെ ഓടുമ്പോൾ തന്നെ നമ്മൾ ചത്തുപോകും. എന്ത് കളിയാണ്. ഞാൻ പറയാം, ഞാൻ നാളെ റൊണാൾഡോ ഇങ്ങനെ പെർഫോം ചെയ്താലും ഞാൻ ഇത് തന്നെ പറയുള്ളൂ. സീരിയസ് ആയിട്ട് ഞാൻ റൊണാൾഡോ പെർഫോം ചെയ്താലും ഇത് തന്നെ പറയുള്ളൂ. ഞാൻ വൺ സൈഡ് ആയിട്ട് പറയുമല്ല. ഞാൻ ഇപ്പൊ കണ്ട ഫസ്റ്റ് മാച്ച് കണ്ടത് അർജന്റീനയുടെ കളിയാണ്. അപ്പം മെസ്സിയുടെ പെർഫോമൻസ് മനസ്സിലായ. അപ്പോൾ അതെടുത്ത് പറയേണ്ട കാര്യം, 3 ഗോള് പടവിടെ. രണ്ടാമത്തെ ഗോള് അറിയാം നിങ്ങൾക്ക്, അതൊരു എന്നാൽ അത് ഗോളാക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കറുടെ കഴിവാണല്ലോ. അപ്പോൾ എന്തായാലും പക്ഷെ ഏറ്റവും ഇന്നത്തെ മൂന്നാമത്തെ ഗോള്, എൻ്റെ അമ്മോ, അത് ഒരു രക്ഷയില്ല. മലയാളം കമന്ററിയിലൂടെ കേട്ടപ്പോഴേ, മലയാളം കമന്ററി കൊള്ളാടാ കേട്ടാ, ഉള്ളതിരിക്കൊന്നുമില്ല. മലയാളം കമന്ററി അടിപൊളിയാണ്. 39 വയസ്സായി. അതാ പറഞ്ഞ എണ്ണ ഫാനായത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും കാണാം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ കളി ഞാൻ എംബാപ്പയുടെ ഇത് ഇരുന്ന് കണ്ട്, അത് ഞാൻ പക്ഷേ ലൈവായിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ഹൈലൈറ്റ് ആയിട്ട് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇന്ന് പോർച്ചുഗലിന്റെ കളി എപ്പോഴാ? ഇന്നാണോ പോർച്ചുഗലിന്റെ കളി? ഗൈസ്? ഇന്നാണ് പോർച്ചുഗലിന്റെ കളി 10:30. ഇന്ന് രാത്രിയാണോ കളി? 10:30. ഓ, സെറ്റ്. അപ്പൊ ഇന്നത്തെ ലൈവ് നടക്കൂലല്ലേ? എടാ, ലൈവിൽ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു, ഞാൻ നിങ്ങളോടൊക്കെ ഇരുന്ന് കണ്ടേനാടാ. പക്ഷെ ഇത് വാച്ച് പാർട്ടി അല്ലെ. ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താന്ന് പറയട്ടെ, ഇവിടെ ഒരു സ്ക്രീനിൽ ഞാൻ അല്ലാതെ ലാപ്ടോപ്പിലും എല്ലാം കളി കണ്ടുകൊണ്ടിരിക്കണം. സ്ക്രീനിൽ കാണിക്കാൻ പാടില്ല. മനസ്സിലായോ? സ്ക്രീനിൽ കാണിക്കാൻ പാടില്ല. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറഞ്ഞുകൊണ്ട് കളി കാണാം. അത് നടക്കും. പക്ഷെ അത് ഇവിടെ ആരും ചെയ്യാറില്ല. പുറത്തൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. മനസ്സിലായോ? പുറത്തൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. സെറ്റ്, അത് മതി. വാച്ച് ലോങ് അത് പുറത്തൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഈ ബിഗ് ബോസും മറ്റേ അതും ഇതും എല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. ഈ സ്ട്രീം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതാണ്. പക്ഷെ അത് ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്കും ചെയ്യാനൊരു മടി. അതാണ് പ്രശ്നം. വൈറ്റിൽ ഉണ്ടല്ലോ ഒന്നോ ഇല്ലടാ. നമുക്കത് ഇവന്മാരൊക്കെ വെറുതെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എടുത്ത് ഇടുന്നതാ. അതുകൊണ്ട് കാര്യമില്ല. അവന്മാർ ആരാന്ന് പോലും അറിയത്തില്ല ലീഗൽ നോട്ടീസ് അയക്കാൻ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മുടെയൊക്കെ അഡ്രസ്സും ഡീറ്റെയിൽസും കിട്ടാൻ ഒരു പാടുമില്ല. സ്ട്രീം ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ ലീഗൽ നോട്ടീസ് വീട്ടിൽ വരും. മനസ്സിലായ? അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കോമ്പൻസേഷൻ ഒന്നും ആയിരിക്കത്തില്ല ഗൈസ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതിനകത്തൊന്നും മോണിറ്ററി ബെനിഫിറ്റ് എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവന്മാര് ഇതാക്കും. യാതൊരു റിഫണ്ട് കണ്ടു ഞാൻ. എൻ്റെ അമ്മോ, അങ്ങേർക്ക് ശരിക്കും പ്രാന്താണോടാ അങ്ങേർക്ക്. ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നതാണല്ലോ പുള്ളി, എനിക്കറിയാലോ. അപ്പം പുള്ളിക്കും ഭയങ്കര പ്രാന്താ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞ ഒരു കാര്യം, പുള്ളിയുടെ ഒരു പോസിറ്റിവിറ്റി പറയട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങേരെ ലോകത്തുള്ള എല്ലാവരും ട്രോൾ ചെയ്യാറുണ്ട്. പുള്ളി ഇതൊന്നും മൈൻഡേ ചെയ്യാറില്ല. എന്നിട്ട് പുള്ളി ഒരു ഡിഫൻഡർ വരെ മേടിച്ച് അവരുടെയൊക്കെ അവർ ഇത് ആലോചിച്ച് നോക്കി. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, എനിക്കിപ്പോഴും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ വണ്ടി ഒന്നും. മനസ്സിലായ? പുള്ളിയുടെ ബിസിനസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മളിരുന്ന് കളിയാക്കുന്നു, മറ്റേ ട്രോൾ ചെയ്യുന്നു എല്ലാം പറയണ്. പുള്ളി ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങേരെ ആ ഒരു ഡിഫൻഡർ വരെ എടുത്ത്. നമ്മുടെയൊക്കെ ഡ്രീം കാറുകളിൽ വരുന്ന ഒരു സാധനമാണ് അത്. എനിക്കൊന്നും പറയാനില്ല അതിനകത്ത്. കളിക്കാൻ വരുമ്പോഴാണെങ്കിൽ പോലും
നമ്മൾ പുള്ളിയുടെ ട്രോൾ ചെയ്യുമ്പോഴും കളിയാക്കും, മെസ്സി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും കേട്ടാ. ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. പുള്ളി അതൊന്നും നെഗറ്റീവായിട്ട് എടുത്ത് ഡൗൺ ആയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫ്രീ ആയി കാണാൻ പറ്റുമോ കേസ്? എടാ അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മറ്റേ 1 ഇയറിലെ മറ്റേ ഇൻക്ലൂഡിങ് വേൾഡ് കപ്പ് പ്ലസ് ബാക്കി ബെനിഫിറ്റ്സ് ഉള്ള ഒരെണ്ണമില്ലേ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. ആരെ പറ്റിയാ പറയണ? യാദിൽ ബ്രോ, യാദിൽ മറ്റേ മന്തി, ഇക്കുബായ്സ് മന്തിയൊക്കെ ഉള്ളേ. ദ ലെജൻഡറി മാച്ച് നെക്സ്റ്റ് മാച്ച് ഇന്ന് കാണണം, ഇന്ന് കാണാം എന്തായാലും കാണാം. സി കേരളത്തിലെടാ, സി കേരളമാണ്, C5 അല്ലേ? ടി വിയിലുണ്ടോ ഹെയർ കട്ട് ചെയ്യാനാ? എടാ ഞാനേ ഗൈസ്, ഞാൻ മുടി വെട്ടാത്ത എന്താണെന്നറിയാവോ? എൻ്റെ ഷൂട്ട് 21-ാം തീയതിയാ, എൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന്. അപ്പം എൻ്റെ സ്റ്റൈലിസ്റ്റ് പറഞ്ഞത് മുടി വെട്ടണ്ട, അവര് പറയുന്നത് പോലെ വെട്ടിയാൽ മതിയെന്ന്. അതിന് എന്തൊക്കെയോ വീഡിയോ അല്ലേ, അതും വലിയ വീഡിയോയാണ്. നിങ്ങൾ വിചാരിക്കണ പോലത്തെ ഒരു ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പ് അല്ല. നല്ല, ഞാൻ പറയാം, ഇറങ്ങിയതിൽ വൺ ഓഫ് ദ ഒരു ടോപ്പ് ക്വാളിറ്റി വീഡിയോ ആയിരിക്കും. ആൻഡ് എന്താ പറയാ, നല്ലൊരു ക്രൂ ഉള്ള വീഡിയോ ആയി. അപ്പം അവരുടേതായിട്ടുള്ള കുറെ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മുടി ഞാൻ വെട്ടാതെ കുറച്ച് വളർത്തി വെച്ചിരിക്കുന്നത്. ഇതാ കുറച്ച് മുടി ഉണ്ടെങ്കിൽ അവര് വലിച്ചു നീട്ടി മറ്റേ ഇതൊക്കെ ആക്കി സെറ്റാക്കി വെക്കൂലേ. വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാ? ഈ ഇവിടുത്തെ വ്ളോഗ് ഷൗട്ടെക്സ് അല്ല എഡിറ്റ് ചെയ്യുന്നത്. ഷൗട്ടെക്സിന് വേറെ 2-3 വർക്ക് പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡ്രീമറിന്റെ വ്ളോഗ് എഡിറ്റ് ചെയ്യില്ലേ, ഏരിസ്, അവനാ എഡിറ്റ് ചെയ്യുന്നത് ഈ ഇവിടുത്തെ വ്ളോഗ്. 2 ദിവസത്തിനകത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും വെൽക്കം ശ്രീ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ശ്രീ കേരളത്തിലുണ്ടോ? സി കേരളത്തിൽ എന്ന് വെച്ചാൽ ടിവിയിലാണോ നിങ്ങൾ പറയണേ, അതോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആണോ? C5 അല്ലേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം? ടിവിയിലുണ്ടല്ലേ? ആ ടിവിയിലുണ്ട്. ഉറങ്ങില്ല? എടാ ഞാൻ ഉറങ്ങി. ഞാൻ ഇന്നലെ ഒരു 3 മണിയായപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ 7 മണിയായപ്പോൾ എണ്ണീറ്റ് 4 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങി. 7 മണി തൊട്ടാണ് ഞാൻ കളി കണ്ടത്. ഞാൻ 7 മണിയൊക്കെ ആയപ്പോൾ എണ്ണീറ്റ് അത് കഴിഞ്ഞതിന് ശേഷമാണ് കളി കാണാൻ തുടങ്ങിയത്. മനസ്സിലായി? ഞാൻ 7 മണിക്ക് എണ്ണീറ്റ് 4 മണിക്കൂർ ഉറങ്ങി ഞാൻ. ഇന്നലെ വാലോറന്റും കളിച്ച് രാത്രി വല്ല A ക്ലാസ് തല്ല് മേടിച്ച്, അപ്പൊ പിന്നെ ഞാനങ്ങ് നിർത്തി. ഒരു കളി കളിച്ചിട്ട് നിർത്തി. അടിച്ച് തൊലച്ച് കളഞ്ഞ അവന്മാരെ നമ്മളെ പറയാതിരിക്കാൻ വയ്യ. ഈ മൗസിൽ ഞാൻ എങ്ങനെ കളി? നിങ്ങൾ പറ. ഈ മൗസിനോട് എനിക്ക് പുച്ഛമല്ല, എന്നാലും ഉണ്ടല്ലോ എടാ, ഒരു മൗസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ഇത്രേ ഉള്ളിത്, ഇത്തിരി ഉള്ളിത് കണ്ടോ? എന്റെ കൈക്കകത്തോലും ഇരിക്കൂല. എന്റെ മറ്റേ ഡെത്ത് ആർഡർ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയെങ്കിലും ഉണ്ടാവാം മൗസ്. ഇവിടെ നമുക്ക് പിടിക്കുന്നുണ്ട്. ഇതിനകത്ത് എങ്ങനെ പിടിച്ച് കളിക്കും? ഇത് വെച്ചിട്ടാണ് ഞാൻ വാറ് കളിച്ചത്. അയ്യോ, എന്നാലും ഞാൻ വേറെ കാര്യം പറയാൻ വെച്ചാൽ ഇന്നലെ എനിക്ക് മുട്ട വിഷമമായി, പറയാതിരിക്കാൻ വയ്യേട്ടാ. അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നത്. സാധാരണ ഞാൻ കുറച്ച് ബാക്കപ്പ് ഒക്കെ നോക്കി ഇറങ്ങണത്. ഇന്നലെ എനിക്ക് മുട്ട വിഷമമായി, പറയാതിരിക്കാൻ വയ്യ. ഞാനവിടല്ലോ കളിയും കൂടെ കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്കിന് എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റാതായിപ്പോയി. അയ്യോ, ഞാൻ അതാ പിന്നെ ലൈവ് നിർത്തിയത്. കാരണം ഞാൻ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഇപ്പൊ കാണിക്കാറില്ലായിരുന്നു ഈ റീസെന്റ് ഒന്നും. എടാ എന്നെ അത് ഭയങ്കര ഒരു, നിങ്ങൾ ആ POV കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വണ്ടി അവിടെ കുത്തും. പിന്നെ ഞാൻ അഡ്മിൻ POV കണ്ടപ്പോഴാണ് മനസ്സിലായത് TV കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആയിരുന്നു. എൻ്റെ ഇതിലാണ് ഫൈറ്റ് കമ്മിറ്റ് ആയതെങ്കിലും എനിക്ക് ബാക്കപ്പ് തരാൻ പറ്റിയ ഒരു ആംഗിളിലും ടിവിയുടെ പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. ടിവിയുടെ ഒരു പ്ലേയേഴ്സും ഇല്ലായിരുന്നു. അത് നിങ്ങൾ അഡ്മിൻ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബ്രാവോയെ എൻ്റെ അടുത്ത് ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു. അതൊരു എന്തോ മോശം. ഇതാണ് വേറൊരു കാര്യം ഞാൻ പറയാൻ കഴിയും. PvP ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നം അതാണ്. PvP ഇല്ലെങ്കിൽ ഈ പറയണത് പോലെ പെട്ടെന്ന് ആ മൊമെന്റം കിട്ടൂല. അത് കഴിഞ്ഞിട്ട് അവന്മാർക്ക് അടിക്കണം എന്നുള്ളൊരു ഫയർ വന്നപ്പോഴാണ് ഗെയിം പ്ലേ തിരിച്ചു വന്നത്. മനസ്സിലായോ? പാസ്റ്റ് ഈസ് പാസ്. അങ്ങനെയല്ലടാ, നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിൽ എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. തോറ്റ അത്രേ ഉള്ളൂ. തോറ്റ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, തോറ്റിട്ടാണെങ്കിലും 2 ഗ്യാങ്ങിന്റെ അടി കിട്ടിയത് വേറെ ഗ്യാങ്ങിനാണ്. കാരണം അതുണ്ട് കൈ. കാരണം ഇവന്മാരുടെ എല്ലാവരുടെയും ചാറ്റിൽ പോയിട്ട് നമ്മൾ വീണാൽ നമ്മളെ കളിയാക്കും, അവന്മാര് വീണാൽ അവന്മാരെ കളിയാക്കും. മനസ്സിലായ? ഇവർക്ക് സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല. അങ്ങനത്തെ രീതിയിലായപ്പോഴത്തേനും അവന്മാർക്ക് അവരുടെ കൂട്ടത്തിലുള്ള മെയിൻ സ്ട്രീമേഴ്സ് ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള മെയിൻ സ്ട്രീമേഴ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവരാധിച്ചില്ല ലൈവ് കഴിഞ്ഞിട്ട്. പിള്ളേരെ പറ്റി തമ്മിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. TV-യിലുള്ളവരും പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ വാറെന്തിനാ കളിക്കണം കഴിച്ചു? വാറാകുമ്പോൾ കൊണയൊക്കെ വരും. ബോണ്ട് കളിക്കണം, ഇന്ന് കളിക്കണം. അയ്യോ, അത് ഒത്തിരി ഡിലേ ആക്കാൻ പറ്റത്തില്ല. ബോണ്ട് കളിക്കണം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ഗൈസ്. ഞാൻ ഒരു